ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിർണായകമായ പ്രഖ്യാപനവുമായി കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുകയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് കീഴിൽ മത്സരിക്കുമെന്ന പ്രഖ്യാപനമാണ് കോൺഗ്രസ് ഇപ്പോൾ പ്രധാനമായിട്ടും ഔദ്യോഗികമായി നടത്തിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിന് 6 മാസത്തിലധികം ശേഷിക്കെയാണ് കോൺഗ്രസിന്റെ ഈ സുപ്രധാന നീക്കം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ ചൊവ്വാഴ്ച ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടിരുന്നത്. രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ എന്നിവർ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളും ബീഹാറിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് അംഗങ്ങളും യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ബീഹാർ കോൺഗ്രസ് അധ്യക്ഷൻ രാജേഷ് കുമാർ പാർട്ടിയുടെ നിലപാട് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിന് കീഴിലാണ് കൂടുതലും മത്സരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ബീഹാറിൽ സഖ്യം ഐക്യത്തിലാണ് കൂടുതലും ഉള്ളത്. BJP നയിക്കുന്ന മുന്നണി പരാജയപ്പെടുത്തുക എന്നതാണ് പ്രാഥമികമായിട്ടുള്ള പ്രധാന ലക്ഷ്യമെന്നത്. ബീഹാറിൽ BJP ഞങ്ങളുടെ പ്രധാന എതിരാളിയായി തന്നെ തുടരുമെന്ന് രാജേഷ് കുമാർ ഡൽഹിയിൽ മാധ്യമങ്ങളോട് നിലപാട് ശക്തമായി തന്നെ പറയുകയുണ്ടായി. സീറ്റ് വിഭജന ഫോർമുലയെക്കുറിച്ച് അദ്ദേഹം കാര്യമായി യാതൊരു പ്രതികരണവും നടത്തിയിട്ടുമില്ല. ഇതിന്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യാൻ ഇനിയും സമയമായിട്ടില്ലെന്നായിരുന്നു രാജേഷ് കുമാർ നൽകിയ പ്രധാന മറുപടി എന്നത്. സീറ്റ് വിഭജനത്തെക്കുറിച്ച് ഇപ്പോൾ അഭിപ്രായം പറയുന്നത് വളരെ നേരത്തെയുമാണ്. തിരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ തന്നെ ഫോർമുലയ്ക്ക് അന്തിമരൂപം നൽകാൻ ഞങ്ങളുടെ നേതാക്കൾ ഒരുമിച്ചിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ കൂട്ടായ്മയായ മഹാഗത്ബന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവിനെ RJD ഇതിനോടകം തന്നെ ഉയർത്തിക്കാട്ടിയിട്ടുമുണ്ട്. എന്നാൽ എല്ലാ സഖ്യ പങ്കാളികളുമായി കൂടിയാലോചിച്ചതിനു ശേഷമായിരിക്കും അന്തിമ തീരുമാനം എടുക്കുക എന്നത് കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന പ്രധാന സൂചന. മുൻ ബീഹാർ കോൺഗ്രസ് പ്രസിഡന്റ് അഖിലേഷ് സിംഗ്, മുൻ മന്ത്രി രാംചന്ദ്രൻ സിൻഹ, ഷക്കീൽ അഹമ്മദ് എന്നിവരുൾപ്പെടെ സംസ്ഥാനത്ത് നിന്നുള്ള പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ഇപ്പോൾ വന്നിരിക്കുന്ന പ്രഖ്യാപനം മുന്നണികൾക്കുള്ളിൽ RJD കോൺഗ്രസ് ഭിന്നതയെക്കുറിച്ചുള്ള കിംവദന്തികൾ അയവ് വരുത്താനാണ് കൂടുതലും. തിരഞ്ഞെടുപ്പിൽ മുന്നണിയിലെ അംഗങ്ങൾ തമ്മിലുള്ള ഐക്യം തന്നെയാവും പ്രധാന ഘടകമായി നിലനിൽക്കുക.